ഹായ് അസ്സാം വലൈക്കും. ഇപ്പോൾ നോമ്പ് തറാവിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ ചെറിയൊരു നോമ്പ് തറൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ പെങ്ങന്മാരും മക്കളും എല്ലാവരും കൂടിയ ഒരു നോമ്പ് തറ. അധികം ആൾക്കാരൊന്നുമില്ല, പെങ്ങന്മാരും കുട്ടികളൊക്കെ പാടാം, അങ്ങനെ എല്ലാവരും കൂടിയൊരു നോമ്പ് തറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, ഫോണ് കംപ്ലൈൻ്റൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് സമൂസ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ അതിൻ്റെ മസാലയൊക്കെ കൂട്ടണതാണ് കേട്ടോ. ഉള്ളി, ക്യാരറ്റ്, കിഴങ്ങ്, പട്ടാണീസും ഗ്രീൻ പീസും പിന്നെ അതേപോലെ ഉള്ളിത്തണ്ടൊക്കെ ഇട്ടുകൊണ്ട് ഒക്കെ വഴറ്റിയെടുക്കാണ് കേട്ടോ. അത് അങ്ങനെ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ സമൂസൻ്റെ ഓലയൊക്കെ എന്നിട്ട് ചിറ്റുന്നത്, സമൂസൻ്റെ ഷീറ്റൊക്കെ അങ്ങനെ ചിറ്റി കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഒക്കെ ചിറ്റി ഉണ്ടാക്കണത്. എളുപ്പം ചിറ്റാനറിയും കേട്ടോ. അങ്ങനെ എത്ര പെട്ടെന്നാണ് ചിറ്റി കഴിയണമെന്ന് അറിയില്ല. അങ്ങനെ അതൊക്കെ എല്ലാം ചിറ്റി കഴിഞ്ഞ് അങ്ങനെ പൊരിക്കാനൊക്കെ എല്ലാം തയ്യാറെടുപ്പിലായിട്ട് പിന്നെ അങ്ങനെ സമൂസയും അതുപോലെ പഴംപൊരി അങ്ങനെ ഓരോരുത്തർ പഴംപൊരി ഉണ്ടാക്കുകയാണ്. അതേപോലെ സമൂസ പൊരിക്കുന്നുണ്ട്, മറ്റടുപ്പത്ത് സമൂസ പൊരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുമായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ശരിക്കും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിലൊന്നും എടുത്തതാണ്. അപ്പോൾ കൊക്കവട ഉണ്ടാക്കുന്നുണ്ട്, സമൂസ, പഴംപൊരി, അങ്ങനെ 1-2 ഐറ്റംസ് പൊരികളുള്ളൂ കേട്ടോ. അപ്പോൾ സമൂസയൊക്കെ പൊരിച്ച് കഴിഞ്ഞു. പിന്നെ അതുപോലെ ഇത് ചിക്കൻ പൊരിക്കാനുള്ള ഇതാണ്, മസാല ഇട്ട് വെച്ചാണ് ചിക്കനും പൊരിക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അങ്ങനെ മുന്തിരി കൊണ്ട് ജ്യൂസും അടിച്ച് അങ്ങനെ ഫ്രൂട്ട്സുകളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു നോമ്പ് തരാം. അപ്പോൾ ഇത് ചോറ് ഞങ്ങൾ ഏൽപ്പിച്ചതായിരുന്നു, അത് കൊണ്ടുവന്നേക്കില്ല. സലാഡൊക്കെ കേട്ടോ, അച്ചാറും ഉണ്ട്, അതുപോലെ തൈരും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോലെ തന്നെ തരും കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കുന്നു വേണ്ടാക്കുക പോലെ തന്നെ തരും. അങ്ങനെ ഇതാക്കണ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കണ്ട് പാത്രത്തിലാക്കി വെക്കാറുണ്ട്. നോമ്പറക്കാനായിക്കണേ. അപ്പോൾ എല്ലാവരും കൂടി കണ്ട് പാത്രത്തിലാക്കി ആപ്പിളും ബത്തക്കയും മുന്തിരി അതുപോലെ പൈനാപ്പിളുണ്ട്, മുസമ്പി അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒക്കെ ടേബിൾ മേലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ് എല്ലാവരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തു നിന്ന് നോമ്പ് ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറയൊക്കെ കുട്ടികൾക്ക് ചെറിയൊരു മേശട്ടെടുത്ത് കുട്ടികളെ അതിന്മേൽ വരുത്തിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് നോമ്പൊക്കെ തുറന്ന് ഇതാക്കി പിന്നെ ഇതാക്കണേ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഒരു നോമ്പ് തറയാണ്, ചെറിയൊരു നോമ്പ് തറ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ കാണട്ടോ. അപ്പോൾ അത് വീണ്ടും ഞാൻ പറയുകയാണ്, വീഡിയോ വൈകിയതിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ.